വടകരയിൽ ശക്തമായ രാഷ്ട്രീയ പോരിന് അരങ്ങൊരുക്കി കെ മുരളീധരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. പി ജയരാജനെ നേരിടാൻ കരുത്തനായ നേതാവ് വേണമെന്ന് കേന്ദ്ര നേതൃത്വം കർശന നിലപാടെടുത്തതോടെ മുരളീധരനെ തീരുമാനിക്കുകയായിരുന്നു. വയനാട്ടിൽ ടി സിദ്ദിഖും ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും തന്നെ മത്സരിക്കും. ഇന്നുണ്ടായേക്കും പ്രഖ്യാപനം. മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും ആവർത്തിച്ച് പറഞ്ഞിരുന്നതുപോലെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയാണ് വടകരയിൽ കോൺഗ്രസ് രംഗത്തിറക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി സംഘർഷഭരിതമായ മുഖവുമായി മാധ്യമങ്ങളെ കണ്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ മുരളീധരന്റെ പേര് പറഞ്ഞപ്പോൾ നിറഞ്ഞു ചിരിച്ചു. മുരളീധരനുമായിട്ട് സംസാരിച്ച് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. ഞാൻ ഏറ്റവും സന്തോഷവാനാണ്. എന്നെ ഹൈക്കമാൻഡിന്റെ തീരുമാനം കൂടി വന്നാൽ അദ്ദേഹം വടകരയിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. ഇതൊരു മാസ്റ്റർ സ്ട്രോക്കാണ്, സർജിക്കൽ സ്ട്രൈക്ക് മാത്രമല്ല. വടകരയിൽ നിരവധി പേരുകൾ പരിഗണിച്ചെങ്കിലും അതൊന്നും കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചില്ല. പി ജയരാജനെ നേരിടാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ഇറങ്ങണമെന്ന് മുകുൾ വാസ്നിക് ഇന്നലെ നേരിട്ട് ആവശ്യപ്പെട്ടു. മത്സരത്തിനില്ലെന്ന നിലപാട് മുല്ലപ്പള്ളി ആവർത്തിച്ചതോടെ മുരളീധരന്റെ വിശ്വസ്തനായിരുന്ന അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് രാവിലെ 10 മണിവരെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത്. പൊടുന്നനെയാണ് മുരളീധരന്റെ പേര് നേതാക്കൾ തന്നെ സ്ഥിരീകരിച്ചത്. ഡൽഹിയിൽ തീരുമാനമെടുക്കുമ്പോൾ തിരുവനന്തപുരത്ത് ശശി തരൂറിന്റെ പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മുരളീധരൻ. ആവേശത്തോടെയാണ് പ്രവർത്തകർ ആ വാർത്ത സ്വീകരിച്ചത്. രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളാണ് മറുഭാഗത്ത് നിൽക്കുന്നത്. ഈ ഭാഗത്ത് ജനാധിപത്യം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഇതൊരു ചലഞ്ചാണ്. ഇത് UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. ഈ രണ്ട് കാര്യങ്ങളിലും പൂർത്തീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി എന്നോട് പാർട്ടി ആവശ്യപ്പെട്ടു. ഇതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായി. വയനാട്ടിൽ ടി സിദ്ദിഖും ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും സീറ്റ് ഉറപ്പിച്ചിരുന്നു. മുരളീധരന്റെ അപ്രതീക്ഷിത വരവിലൂടെ കോൺഗ്രസ് അണികൾക്കിടയിൽ പുത്തൻ ആവേശമുണ്ടാകുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഇതിന്റെ പ്രതിഫലനം തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും. ഡൽഹിയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. വടകരയിലെ സ്ഥാനാർത്ഥി ആരെന്ന അനിശ്ചിതത്വത്തിന് വിരാമമിട്ട നിർണായക ഇടപെടൽ നടത്തിയത് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും RMP നേതാവ് KK രമയും. ഒന്നുകിൽ മുല്ലപ്പള്ളി മത്സരിക്കുക, അല്ലെങ്കിൽ മുരളീധരൻ എന്നായിരുന്നു ഇവരുടെ നിർദ്ദേശം. മുല്ലപ്പള്ളി തുടങ്ങിയ അനുനയ നീക്കം ഒടുവിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഇടപെട്ടതോടെയാണ് ക്ലൈമാക്സിൽ എത്തിയത്. ഞാൻ സാധാരണ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആലോചിച്ചിട്ടെടുക്കാറുള്ളൂ. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഞാൻ മാറ്റാറില്ല. അത് കാരണം വെറുതെ അങ്ങനെ അതൊരു ഷാഢ്യമാണെന്ന് ധരിക്കരുത്, അല്ലെങ്കിൽ ധിക്കാരമാണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യരുത്. മുല്ലപ്പള്ളിയില്ലെങ്കിൽ വടകരയിൽ വേറെ ആര്? പരിചിതമല്ലാത്ത മുഖങ്ങളെ പരിഗണിക്കുന്നുവെന്ന വാർത്തകൾ പരന്നതോടെ ഇന്നലെ വൈകുന്നേരം മുല്ലപ്പള്ളിക്കുമേൽ സമ്മർദ്ദം ശക്തമായി. എങ്കിലും മുൻ നിലപാടിലുറച്ച് മത്സരിക്കാനില്ലെന്ന് മുല്ലപ്പള്ളി ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഇതിനിടെയാണ് വൈകുന്നേരത്തോടെ RMP നേതാവ് KK രമ മുല്ലപ്പള്ളിയെ ഫോണിൽ വിളിച്ച് മുരളീധരനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ചത്. വയനാട് മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്ന മുരളി വടകരയുടെ കാര്യത്തിൽ ചാഞ്ചാട്ടത്തിലായിരുന്നു. തൊട്ടുപിന്നാലെ മുരളിക്കുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന ആവശ്യവുമായി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിളിയെത്തി. വടകര സ്ഥാനാർത്ഥി ദുർബലനെങ്കിൽ മലബാറിൽ UDFനെ അടിതെറ്റുമെന്ന് ലീഗിന്റെ മുന്നറിയിപ്പ്. AK ആന്റണിയും മുരളിയുടെ പേരിനെ പിന്തുണച്ചു. മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും മുരളിയുമായി പലകുറി സംസാരിച്ചു. തന്റെ സിറ്റിംഗ് സീറ്റിലെ മത്സരത്തിൽ വിജയം സ്വന്തം ഉത്തരവാദിത്തമാണെന്ന ഉറപ്പാണ് മുല്ലപ്പള്ളി മുരളിക്ക് നൽകിയത്. വെല്ലുവിളി ഏറ്റെടുത്താൽ അണികൾക്കും നേതാക്കൾക്കുമിടയിൽ അതുണ്ടാക്കുന്ന ചലനം കൂടി തിരിച്ചറിഞ്ഞ മുരളീധരൻ 11 മണിയോടെ മത്സരിക്കാനുള്ള സന്നദ്ധത നേതാക്കളെ അറിയിച്ചു. പിന്നാലെയാണ് KPCC അധ്യക്ഷൻ ഇക്കാര്യം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ പതിവ് കേന്ദ്രം ഡൽഹി കേരള ഹൌസ് ആയിരുന്നു. എന്നാൽ ഇക്കുറി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഡൽഹി സുനേഹരി ബാഗിലെ 1-ാം നമ്പർ വസതി കേന്ദ്രീകരിച്ച് നടന്ന മാരത്തോൺ ചർച്ചകൾക്കും പിരിമുറുക്കങ്ങൾക്കുമാണ് ഒടുവിൽ അറുതിയാകുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. വടകരയിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായെത്തിയതോടെ ഇടത് വലത് കണക്കുകൾ മാറുകയാണ്. ലോക് താന്ത്രിക് ദളിന്റെ മുന്നണി മാറ്റവും ജയരാജന്റെ സ്ഥാനാർത്ഥിത്വവും ഉപയോഗിച്ച് വടകര തിരിച്ചുപിടിക്കാമെന്ന CPM കണക്കുകൂട്ടലുകൾക്ക് മുന്നിൽ മുരളിയുടെ സ്ഥാനാർത്ഥിത്വം വെല്ലുവിളി സൃഷ്ടിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇത്തവണ വടകര പിടിക്കാനാവില്ലെന്ന കണക്കുകൂട്ടലിൽ നല്ല സ്ഥാനാർത്ഥിയെപ്പോലും നിർത്താനാവാതെ കുഴങ്ങിയ UDF ക്യാമ്പിന് മുരളീധരന്റെ വരവ് സൃഷ്ടിച്ച ഉണർവ് ചെറുതല്ല.
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഭൂരിപക്ഷം വെറും 3000 മാത്രം. ലോക് താന്ത്രിക് ദൾ മുന്നണിയിലെത്തിയ അനുകൂല സാഹചര്യം. പി ജയരാജൻ സ്ഥാനാർത്ഥിയായതോടെ CPMന്റെ സംഘടനാ സംവിധാനങ്ങളുടെ എണ്ണയിട്ട യന്ത്രം പോലുള്ള പ്രവർത്തനം. മുല്ലപ്പള്ളിക്ക് പകരം ദുർബലരുടെ പേരുകൾ ഉയർന്നതോടെ മത്സരിക്കുന്നതിന് മുമ്പേ UDF പരാജയം സംബന്ധിച്ച പ്രതീതി. മണ്ഡലത്തിൽ ഇതുവരെ LDFന് അനുകൂലമായി നിന്ന ഈ സാധ്യതകൾക്ക് മുന്നിലാണ് കെ മുരളീധരൻ എന്ന സ്ഥാനാർത്ഥി വെല്ലുവിളി ഉയർത്തുന്നത്. കോൺഗ്രസിലെ കരുത്തനായ നേതാവ്. വടകരയിലെ വെല്ലുവിളി ഏറ്റെടുക്കാൻ കാണിച്ച ചങ്കൂറ്റം. ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകൾ ഒരുപോലെ സ്വാധീനിക്കാനുള്ള കഴിവ്. നേരത്തെ കോഴിക്കോട് 2 തവണ MP ആയിരുന്നപ്പോഴുണ്ടായ ജനകീയ മുഖം. മുരളീധരന്റെ വരവോടെ ജയരാജ വിരുദ്ധ വികാരം മുഴുവനായി ചൂഷണം ചെയ്യാൻ കഴിയുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ UDFന് പിന്തുണ പ്രഖ്യാപിച്ച RMP ക്യാമ്പിലും കരുത്തനായ സ്ഥാനാർത്ഥിയുടെ വരവ് ഊർജ്ജമാകും. പാർട്ടിയുടെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്. വടകരയിലെ കോൺഗ്രസിനും UDFനും 100% വിജയം വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണ് ശ്രീ കെ മുരളീധരൻ്റെത്. 10 ദിവസം കൊണ്ട് ജയരാജൻ പ്രചരണ രംഗത്തുണ്ടാക്കിയ മുന്നേറ്റം. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയ തർക്കങ്ങളുണ്ടാക്കിയ മോശം പ്രതിച്ഛായ. ഇതെല്ലാം മുരളീധരന് മുന്നിലെ വെല്ലുവിളിയാണ്. ഈഴവ സമുദായാംഗങ്ങളാണ് വടകരയിലെ വോട്ടർമാരിൽ വലിയൊരു വിഭാഗം. ഈഴവ വിഭാഗത്തിൽപ്പെട്ട ജയരാജനോടാണ് മാരാർ സമുദായാംഗമായ മുരളീധരൻ ഏറ്റുമുട്ടുന്നത്. മുരളീധരന്റെ വരവ് ഒരു വെല്ലുവിളിയും ഉയർത്തില്ലെന്നായിരുന്നു പി ജയരാജന്റെ പ്രതികരണം. കോൺഗ്രസിന്റെ തമ്മിലടിക്ക് ശേഷം ഒരാളെ അവർ കണ്ടെത്തിയിരിക്കുന്നു എന്നതല്ലാതെ അതിന് വലിയ പ്രാധാന്യമൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകര മണ്ഡലത്തിൽ നല്ല വിജയം നേടും എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. MLA-മാരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് ഗതികേടുകൊണ്ടാണെന്ന കെ മുരളീധരന്റെ പ്രസംഗം കോൺഗ്രസിനെ തിരിഞ്ഞുകുത്തും. ഏതായാലും ജയരാജനെ പിടിച്ചുകെട്ടാൻ കെ മുരളീധരൻ തന്നെ കളത്തിലിറങ്ങുന്നതോടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി വടകര മാറിയിരിക്കുകയാണ്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അഭിമാനമെന്ന് പത്മജ വേണുഗോപാൽ. ജയവും തോൽവിയുമല്ല വിഷയം. പലരും മടിച്ചു നിന്നപ്പോൾ ധൈര്യപൂർവ്വം മത്സരിക്കാൻ മുരളീധരൻ സന്നദ്ധത അറിയിച്ചു. കെ കരുണാകരന്റെ മകനാണ് താനെന്ന് കെ മുരളീധരൻ കാണിച്ചു തന്നെന്നും പത്മജ പറഞ്ഞു. വളരെയധികം സന്തോഷം, അഭിമാനം തോന്നി. കാരണം പലരും മടിച്ചു നിന്നൊരു സ്ഥലത്ത് വളരെ ധൈര്യപൂർവ്വം ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെയാണ് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ആലോചിച്ചത്. കാരണം കോൺഗ്രസിനൊരു ക്ഷീണം വരുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും താങ്ങാൻ പറ്റുന്നൊരു കാര്യമില്ല. അപ്പം ആ അച്ഛൻ്റെ മകനാണ് താനെന്ന് ഒരിക്കൽ കൂടെ കെ മുരളീധരൻ തെളിയിച്ചു. അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും തീർച്ചയായിട്ടും. വടകര പോകേണ്ട ചുമതലയുണ്ട്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ചേട്ടന് വേണ്ടി പ്രവർത്തനത്തിന് പോവും. വിജയപ്രതീക്ഷ 100%. രാജ്മോഹൻ ഉണ്ണിത്താന് ഊരാക്കുടുക്കായി കാസർഗോഡ് കോൺഗ്രസിലെ തമ്മിൽ തല്ല്. ഉണ്ണിത്താനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ രംഗത്തെത്തിയവരുടെ പ്രതിഷേധം തണുപ്പിക്കുന്നതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. DCC അധ്യക്ഷനുമായാണ് ഉണ്ണിത്താന്റെ പുതിയ കലഹം. ഉന്നത നേതാക്കൾ ഇടപെട്ട് താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായെങ്കിലും പ്രചാരണത്തിൽ എത്രമാത്രം ഐക്യത്തോടെ കോൺഗ്രസിന് മുന്നോട്ടു പോകാനാകുമെന്നതിൽ നേതൃത്വത്തിന് തന്നെ ആശങ്കയുണ്ട്. ഉണ്ണിത്താൻ സ്ഥാനാർത്ഥിയാകുന്നതിനെതിരെ ആദ്യം രംഗത്തെത്തിയത് DCC സെക്രട്ടറി ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിലുള്ളവരായിരുന്നു. സുബ്ബയ്യറയെ ഒതുക്കാൻ ഉണ്ണിത്താനെ DCC പ്രസിഡന്റാണ് സ്ഥാനാർത്ഥിയാക്കിയത് എന്നായിരുന്നു ഇവരുടെ ആരോപണം. അവരെ KPCC നേതൃത്വം ഇടപെട്ട് അനുനയിപ്പിച്ചു. ഉണ്ണിത്താനൊപ്പമെന്ന് ഈ വിഭാഗം പറയുന്ന DCC പ്രസിഡന്റിനെതിരെയാണ് അതേ ഉണ്ണിത്താൻ ഇന്ന് രൂക്ഷ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയത്. ഉച്ചഭക്ഷണം പോലും കഴിക്കാൻ അനുവദിച്ചില്ലെന്നായിരുന്നു ഉണ്ണിത്താന്റെ പരാതി. ഇന്നലെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, ഒരു മിനറൽ വാട്ടർ പോലും നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല. ഞാൻ അതീവ ദുഃഖിതനാണ് കാര്യത്തിൽ. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്. തന്നിഷ്ടപ്രകാരം പരിപാടികൾ നിശ്ചയിച്ച ഹക്കീം കുന്നലിന്റെ സമീപനത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് ഇന്നത്തെ പ്രചാരണ പരിപാടികളിൽ നിന്നും ഉണ്ണിത്താൻ മാറി നിന്നു. നിലപാട് തിരുത്തുന്നില്ലെങ്കിൽ മത്സരിക്കാനില്ലെന്നും ഉണ്ണിത്താൻ അറിയിച്ചതോടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടു. സ്ഥിതി അപകടത്തിലാകുമെന്ന് കണ്ട് ലീഗും സമ്മർദ്ദം ചെലുത്തി. DCCക്ക് പകരം ഉണ്ണിത്താന്റെ പരിപാടികൾ UDF സമിതികൾ തീരുമാനിക്കുമെന്ന് പുതിയ ധാരണ. നാളെ മുതൽ ഈ UDF കമ്മിറ്റി നൽകുന്ന ഷെഡ്യൂൾ അനുസരിച്ച് അപ്പൊ സ്ഥാനാർത്ഥിക്ക് ഒരു സ്വല്പസമയം വിശ്രമിക്കാനൊക്കെ അവർ തന്നിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് നീങ്ങൂ. ഉണ്ണിത്താന്റെ പുതിയ വിമർശനത്തോട് ജില്ലാ അധ്യക്ഷനെ അനുകൂലിക്കുന്ന വിഭാഗത്തിന് കടുത്ത അമർഷമുണ്ട്. സ്ഥാനാർത്ഥിയാകാൻ പരിഗണിച്ചിരുന്ന സുബ്ബയ്യറയുമായി ഇനിയും ബന്ധപ്പെടാനോ അനുനയിപ്പിക്കാനോ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുമില്ല. സുബ്ബയ്യറയ്ക്ക് ഒപ്പമുള്ള ഒരു വിഭാഗവും പ്രതിഷേധവുമായി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇങ്ങനെ 2 വിഭാഗം കോൺഗ്രസ് ജില്ലാ നേതാക്കളുടെ എതിർപ്പ് മറികടന്നു വേണം ഉണ്ണിത്താന് പ്രചാരണത്തിൽ സജീവമാകാൻ.
മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ കോൺഗ്രസിലെ തർക്കത്തെ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണ് മുസ്ലിം ലീഗും. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ പരിഗണിക്കാത്തതിൽ വിഷമമുണ്ടെന്ന് AP അബ്ദുള്ളക്കുട്ടി. മത്സരിക്കാൻ തയ്യാറായിക്കൊള്ളാൻ പല നേതാക്കളും പറഞ്ഞിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. VM സുധീറിനെതിരെയുള്ള അബ്ദുള്ളക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നേരത്തെ വിവാദമായിരുന്നു. കോൺഗ്രസിൽ ഇപ്പോൾ ഗ്രൂപ്പ് തർക്കത്തിൻ്റെ പേരിലാണല്ലോ വടകര ഉൾപ്പെടെയുള്ള സീറ്റിൻ്റെ ചർച്ച നീണ്ടുപോകുന്നത്. പാർട്ടി പ്രവർത്തകരെ, ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. ഭയങ്കര വിഷമമുണ്ട്. അതിനുള്ള പ്രതികരണമാണത്. ആ പ്രതികരണം എൻ്റെ അനുഭവത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് ഗ്രൂപ്പുള്ളവരും ഗ്രൂപ്പില്ലാത്ത ഗ്രൂപ്പ് നേതാക്കന്മാരുടെ ഒക്കെ എല്ലാവരും ഇതിന് ഉത്തരവാദിയാണ്. ആ വികാരം ഞാൻ പ്രകടിപ്പിച്ചെന്നേ ഉള്ളൂ. അതിൽ ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ട് ക്ഷമിക്കുക. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥിമാരെ നിർണ്ണയിക്കാനുള്ള BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ളയുടെയും K. സുരേന്ദ്രന്റെയും പേരുകളാണ് പരിഗണനയിൽ. പത്തനംതിട്ടയിൽ അവകാശവാദം ഉന്നയിച്ച അൽഫോൺസ് കണ്ണന്താനത്തെ ഇടുക്കിയിലേക്ക് പരിഗണിക്കുന്നു. സീറ്റ് BDJSന് നൽകിയെങ്കിലും ഒരു വെച്ചുമാറ്റത്തിനുള്ള സാധ്യത നേതൃത്വം പരിശോധിച്ചു വരികയാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള 91 സ്ഥാനാർത്ഥികൾക്കൊപ്പം കേരളത്തിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ഇന്ന് തീരുമാനമാകും. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ദേശീയ തലത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടികയൊപ്പം കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്ന് തീരുമാനമാകുമോ? പ്രധാനമായും വിവാദമായിരിക്കുന്ന, ചർച്ചയായിരിക്കുന്ന പത്തനംതിട്ട മണ്ഡലം അടക്കമുള്ളവയിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നു ഇപ്പോൾ? അപർണ, ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 91 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിയാണ് എങ്കിൽ പോലും ഈ 91 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുക തന്നെ ചെയ്യും. പ്രധാനമന്ത്രി ഉൾപ്പെടെ BJP ദേശീയ ആസ്ഥാനത്ത് ഉണ്ടുതാനും. അദ്ദേഹത്തിന്റെ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് 12 മണിവരെ അദ്ദേഹം ഇവിടെയുണ്ട് രാത്രി. അതുകൊണ്ട് തന്നെ എത്ര വൈകിയായിരിക്കും ഈ പട്ടിക പുറത്തിറങ്ങുക എന്നത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് വ്യക്തമായ വിവരങ്ങളില്ല. എന്നാൽ ഈ 91 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ കേരളത്തിന്റെ ലിസ്റ്റും ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം ആദ്യം 3 ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക ഒന്നടങ്കം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോഴും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം അവശേഷിക്കുക തന്നെയാണ്. പ്രത്യേകിച്ച് RSS നിലപാട് കടുപ്പിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നൽകിയിട്ടുള്ള പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ എതിർപ്പുകളും RSS അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ട മണ്ഡലത്തിൽ ആര് മത്സരിക്കുമെന്നത് സംബന്ധിച്ച് തന്നെയാണ് പ്രധാനപ്പെട്ട തർക്കം നിലനിൽക്കുന്നത്. അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PA ശ്രീധരൻപിള്ളയുടെ പേരിന് മുൻഗണന ലഭിക്കുന്നു. അതേസമയം K. സുരേന്ദ്രനെ ഈ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം തന്നെയാണ് RSS മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിൽ സജീവ ചർച്ചയാവുകയും RSS ഉൾപ്പെടെ സമരത്തെ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ ആ സമരത്തിന്റെ മുന്നണി പോരാളിയായി മാറിയ ആളാണ് K. സുരേന്ദ്രനെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം നൽകുന്നില്ല എങ്കിൽ അത് സംസ്ഥാനത്തുടനീളം BJPയുടെ പ്രകടനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിക്കും എന്ന നിഗമനത്തിലേക്കാണ് എത്തുന്നത്. അഡ്വക്കേറ്റ് PA ശ്രീധരൻപിള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയും സംസ്ഥാനത്തുടനീളം BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന നിർദ്ദേശം കൂടിയാണ് RSS മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊന്ന് വനിതാ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. VT രമ എന്ന ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് വനിതകളായി ഈ പട്ടികയിൽ ഇപ്പോൾ കടന്നുകൂടിയിട്ടുള്ളൂ. അതേസമയം ശോഭാ സുരേന്ദ്രന് പ്രധാനപ്പെട്ട ഒരു സീറ്റ് നൽകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ BJP രാഷ്ട്രീയത്തിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന വനിതാ വ്യക്തിത്വം ശോഭാ സുരേന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ ശോഭയ്ക്ക് സുരേന്ദ്രനും സീറ്റ് നൽകണമെന്ന ആവശ്യം ഇപ്പോഴും RSS ഉന്നയിക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ തർക്കത്തിന് ഒരു പരിഹാരമായിട്ടില്ല യോഗത്തിൽ. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം പുരോഗമിക്കുകയാണ്. BJP സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കാനുള്ള അന്തിമ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കുമെന്നുള്ള സൂചനകളാണ് KP അഭിലാഷ് നൽകുന്നത്. കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്ന് പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടി AAPയുമായി ചേർന്ന് മത്സരിക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ തർക്കം മുറുകുന്നതിനിടെയാണ് പ്രഖ്യാപനം. കോൺഗ്രസ് തീരുമാനം വൈകിപ്പിക്കുകയാണെന്നും ഇനി കാത്തിരിക്കാനില്ലെന്നുമാണ് AAP നിലപാട്. ഒന്നിച്ചു മത്സരിക്കാനില്ലെന്ന DPCC അധ്യക്ഷ ഷീലാ ദീക്ഷിതിന്റെ നിലപാടിനെ തുടർന്ന് ഡൽഹിയിൽ 7-ൽ 6 AAP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. സഖ്യം വേണമെന്ന് ഡൽഹിയിൽ കോൺഗ്രസിന്റെ ചുമതലയുള്ള PC ചാക്കോ അഭിപ്രായപ്പെട്ടതിന് പിന്നാലെയാണ് വീണ്ടും ചർച്ചകൾ ചൂടുപിടിച്ചത്. അനുകൂല തീരുമാനമുണ്ടായാൽ കോൺഗ്രസിന് മുന്നിൽ വാതിൽ തുറന്നിടാൻ തന്നെയായിരുന്നു AAP തീരുമാനം. എന്നാൽ സഖ്യം സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ തർക്കം തുടരുന്ന സാഹചര്യത്തിലാണ് AAP ആ വാതിൽ കൊട്ടിയടച്ചത്. ഇനി കാത്തിരിക്കാനില്ലെന്നാണ് AAP തീരുമാനം. DPCC മുൻ പ്രസിഡന്റുമാരായ അരവിന്ദർ സിംഗ് ലവ്ലിയും സുഭാഷ് ചോപ്രയും അടക്കമുള്ളവർ സഖ്യം വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിനെ സമീപിച്ചു. ഷീലാ ദീക്ഷിതിനെ പിന്തുണച്ച് 3 വർക്കിംഗ് പ്രസിഡന്റുമാരും രംഗത്ത് വന്നതോടെ തർക്കം മൂത്തു.
NCP അധ്യക്ഷൻ ശരത് പവാർ അനുനയ നീക്കവുമായി രംഗത്ത് വന്നതിന് പിന്നാലെ സഖ്യമില്ലെന്ന് AAP പ്രഖ്യാപിക്കുകയായിരുന്നു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ഇനി പ്രചാരണ ചൂടിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയായ EMS ദിനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രധാന നേതാക്കൾ അനുസ്മരണ യോഗങ്ങളിൽ പങ്കെടുത്തു. നിയമസഭാ മന്ദിരത്തിന് മുന്നിലെ EMS പാർക്കിൽ നടന്ന ചടങ്ങിൽ തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും ഇടത് സ്ഥാനാർത്ഥികളും എത്തി. EMS നമ്പൂതിരിപ്പാടിന്റെ 21ാം ചരമവാർഷികം. അനുസ്മരണത്തിന് പിണറായിയും കോടിയേരിയും VS അടക്കമുള്ള നേതാക്കൾ, സ്ഥാനാർത്ഥികളായ C ദിവാകരന്റെയും A സമ്പത്തിന്റെയും സാന്നിധ്യം. തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയായി മാറുകയായിരുന്നു EMS ദിനം. നേതാക്കളുടെ പ്രസംഗത്തിലും നിറഞ്ഞു നിന്നത് തെരഞ്ഞെടുപ്പ്. EMS അക്കാദമിയിലെ യോഗത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി, കോൺഗ്രസ് ആണോ ജയിച്ചു വരുന്നത്? ആർക്കും ഉറപ്പിക്കാൻ പറ്റൂല എവിടെ നിൽക്കുന്നത്. അതല്ലേ ഇപ്പോഴുള്ള അവസ്ഥ. കോൺഗ്രസിന്റെ വക്താക്കളല്ലേ അപ്പുറം മാറിപ്പോകുന്നത്. അപ്പോൾ ഒരു കൂട്ടർക്ക് മാത്രമേ ഉറപ്പുള്ളൂ, അത് ഇടതുപക്ഷത്തിന്. നിങ്ങൾ പണം ഇങ്ങനെ ഇട്ട് മൂടിയാലും ഇടതുപക്ഷത്തിനൊരു മാറ്റമില്ല. അത് നല്ല പാറ പോലെ ഉറച്ചു നിൽക്കും. എവിടെ നിൽക്കും? മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കും. നിയമസഭയ്ക്ക് മുന്നിൽ EMS പ്രതിമയിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. സംസ്ഥാനത്ത് ഇടതു തരംഗത്തിനുള്ള രാഷ്ട്രീയ സാഹചര്യമെന്ന് കോടിയേരി. ഈ ഇടതുപക്ഷമാണ് കോൺഗ്രസിനും BJPക്കും ബദൽ എന്നത് ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ലോക്സഭാ ഇലക്ഷനിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുമ്പോൾ കേരളം ഇന്ത്യക്ക് പുതിയ പ്രചോദനം നൽകണം. കേരളത്തിലെ 20 പാർലമെന്റ് സീറ്റിലും ഇടതുപക്ഷവരെ വിജയിപ്പിച്ചുകൊണ്ട് ഇത്തവണ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു മുന്നേറ്റം കാഴ്ചവെച്ച് ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ BJP അധികാരം നിന്ന് പുറത്താക്കി ഒരു മതനിരപേക്ഷ സർക്കാർ കേരളത്തിൽ രൂപീകരിക്കാൻ കേരളം ശക്തമായി ഇടപെടണം. ന്യൂസ് 18 തിരുവനന്തപുരം. കന്നി വോട്ടർമാർ നിർണായകമായ കാസർഗോഡ് മണ്ഡലത്തിൽ ക്യാമ്പസുകളിലൂന്നിയുള്ള പ്രചാരണവുമായി LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. 15-ലധികം ക്യാമ്പസുകളിലാണ് ഈ ദിവസങ്ങൾക്കുള്ളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്. സതീഷ് ചന്ദ്രന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക നൽകിയത് നെഹ്റു കോളേജിലെ പഴയ സഹപാഠികളാണ്. കന്നി വോട്ടർമാർ 1,00,000-ലധികം. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി ക്യാമ്പസുകളിലെത്താനുള്ള തിരക്കിലാണ്. 7 നിയോജക മണ്ഡലങ്ങളിലും ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കുമ്പോഴേക്കും LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ വോട്ടഭ്യർത്ഥനയുമായി എത്തിയത് 15-ലധികം ക്യാമ്പസുകളിൽ കൂടിയാണ്. പഴയ വിദ്യാർത്ഥി നേതാവിനെ ആവേശത്തോടെ തന്നെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്നതും. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥിയായ സ്ഥാനാർത്ഥി ഓരോ ക്ലാസ് മുറികളിലും വോട്ടഭ്യർത്ഥനയുമായി എത്തി. കെട്ടിവെക്കാനുള്ള തുക നൽകുന്നതും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ തന്നെ. രാഷ്ട്രീയത്തിന് അതീതമായി വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നാണ് വിദ്യാർത്ഥികളോട് സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന. ഇടതുപക്ഷക്കാർ മാത്രമല്ല, ഇടതുപക്ഷത്തിന് പുറത്തുള്ള നിരവധി വോട്ടർമാർ ഇത്തവണ LDF വോട്ട് ചെയ്യും. കാസർഗോഡ് മണ്ഡലത്തിൽ ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ LDF ചെയ്യും. മധ്യവേനൽ അവധിക്ക് മുമ്പ് പരമാവധി ക്യാമ്പസുകളിൽ നേരിട്ടെത്താനാണ് സതീഷ് ചന്ദ്രന്റെ തീരുമാനം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. പോയ കാലത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് മുൻ കൃഷിമന്ത്രിയും പലതവണ MLAയുമായ സിറിയക് ജോൺ. അടിയൊഴുക്കുകളും കാലുവാരലുമെല്ലാം ഇന്നത്തെ പോലെ അന്നും ഉണ്ടായിരുന്നുവെന്ന് ഈ കോൺഗ്രസ് നേതാവ് പറയുന്നു. ഓർമ്മകളിൽ ഇപ്പോഴും പഴയ തെരഞ്ഞെടുപ്പ് കാലമുണ്ട്. പക്ഷേ ഓർത്തെടുക്കാനാവുന്നില്ല പല കാര്യങ്ങളും. മുൻകാല കോൺഗ്രസ് നേതാവിൻ്റെ പ്രായം ഓർമ്മകൾക്ക് മേൽ അത്രത്തോളം പിടിമുറുക്കിയിട്ടുണ്ട്. മലയോര മേഖലയിൽ കോൺഗ്രസിന് ആളും അർത്ഥവും നൽകിയ നേതാവായിരുന്നു സിറിയക് ജോൺ. 1970-ൽ കൽപ്പറ്റ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തി. പിന്നീട് ബത്തേരി, തിരുവമ്പാടി മണ്ഡലങ്ങളിൽ നിന്നായി പലതവണ ജയിച്ചു കയറി കൃഷിമന്ത്രിയായി. അടിയൊഴുക്കുകളും കാലുവാരലും അന്നും ഒട്ടും കുറവില്ലായിരുന്നുവെന്ന് സിറിയക് ജോൺ. ചിലയിടത്തൂടെയൊക്കെ ഉണ്ടെന്നുള്ളതല്ലാണ്ട് എനിക്കൊന്നും അതൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ സ്ട്രോങ് A ഗ്രൂപ്പുകാരനായിരുന്നു, ആണ്. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം, അതിലൊന്നും ഒരു ഒളിച്ചുകളിയില്ല. പക്ഷേ ഒരു കാലുവാരലുണ്ടായെന്ന് എനിക്ക് അഭിപ്രായമില്ല അവിടെ. കാരണം ഇത് ലീഡർഷിപ്പ് കുറേ കൂടി ഇതിനകത്തൊക്കെ ഒരു വ്യക്തമായ നിലപാടെടുക്കണം.
ആ ഒരു നിലവാരം വിട്ടിട്ടുള്ള ഈ ഗ്രൂപ്പ് പ്രവർത്തനത്തിലേക്ക് പോകരുതെന്ന് അവർ കർക്കശമായിട്ട് നിയന്ത്രിക്കണം. അതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എ ഗ്രൂപ്പിലാണെങ്കിലും കെ കരുണാകരനുമായി നല്ല വ്യക്തിബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ബത്തേരിയിൽ സ്ഥാനാർത്ഥിയായത്. കരുണാകരനുമായിട്ട് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ അയക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ അയാളുടെ നിലപാടുകളെ പറ്റി ഉള്ള ശക്തമായ അഭിപ്രായവും വ്യത്യാസവും അത് കഴിയുന്നത്ര അയാളോട് തന്നെ പറയുകയും പിന്നെ ആ ലൈനിലേക്ക് പ്രവർത്തകരെ കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പ്രായം 86 പിന്നിട്ട സിറിയക് ജോൺ കോഴിക്കോട് ചേവായൂരിലെ അപ്പാർട്ട്മെന്റിലാണ് താമസം. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. വോട്ടിന്റെ വോട്ട് വീണ്ടും നാളെ. നമസ്കാരം.